എന്താണ് ഈ മലപ്പുറത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മലപ്പുറം എന്ന് പറയുന്ന ഒരു ചെറിയ ജില്ലയാണ്. ആ മണ്ണെന്ന് പറയുന്നത് കേരളത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ ചെറുതാണ്. ലോക കമ്മ്യൂണിസത്തിന് ഇന്ത്യ സംഭാവന ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ചിന്തകരുണ്ട്. ആ രണ്ട് ചിന്തകരും വന്നത് മലപ്പുറത്തുനിന്നാണ്. ഒരാൾ EMS നമ്പൂതിരിപ്പാടാണ് അദ്ദേഹത്തിന്റെ പേര്. കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു. മലപ്പുറക്കാരനാണ്. എലങ്കളം മനയാണ് അദ്ദേഹത്തിന്റെ ദേശം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറയുന്നത്. പിന്നെ ഒരാൾ K ദാമോദരനാണ്. നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്ന മലയാള ഭാഷയാണല്ലോ അല്ലെ. ആ ഭാഷയുടെ പിതാവായിട്ടുള്ള എഴുത്തച്ഛൻ എവിടെയാണ് ജനിച്ചത്? മലപ്പുറത്താണ് ജനിച്ചത്. തിരൂര് തുഞ്ചൻപറമ്പ് അതിന്റെ സ്മാരകമാണ് അല്ലെ. നമ്മൾ ഇന്നീ പറയുന്ന ഈ ഒരു പ്രത്യേക വിഭാഗത്തെ മോശക്കാരായി ചിത്രീകരിക്കുമ്പോൾ മറ്റൊരു വിഭാഗത്തെ ഉയർത്തിവിടുന്നത് കൊണ്ട് ആ വിഭാഗത്തിലെ പ്രമുഖരുടെ പേര് തന്നെ ഞാൻ പറയാന്നേ. ഇന്ന് മലയാളത്തിൽ ഏറ്റവും മഹത്തായ ഭക്തികാവ്യം എഴുതിയിട്ടുള്ള, ജ്ഞാനപ്പാന എഴുതിയിട്ടുള്ള പൂന്താനം നമ്പൂതിരിയുടെ സ്ഥലം ഏതാ? ഈ പറയുന്ന മലപ്പുറമാണ്. അതേപോലെ കേരളത്തിലെ അമ്പലങ്ങളിലെല്ലാം പാടിക്കൊണ്ടിരിക്കുന്ന നാരായണീയമുണ്ടല്ലോ, അത് എഴുതിയിട്ടുള്ള മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടുണ്ട്. ആ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിന്റെ സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറമാണ്. ഇന്നും ഈ പറയുന്ന കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് മുമ്പിലെ സോപാനത്തിൽ നിന്ന് പാടുന്ന സോപാന സംഗീതമുണ്ടല്ലോ, ആ സംഗീതത്തിന്റെ ഏറ്റവും പ്രമുഖനായ വക്താവായിട്ടുള്ള ഞെരളത്ത് രാമപൊതുവാൾ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്ന ആളാണെന്നേ.